നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ദുർമരണങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം. ഷൈനിയുടെ മരണവും ബിജു ജോസഫിന്റെ മരണവുമൊക്കെ അവസാന ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പോൾ ഇതേ മിടുമിടുക്കിയായ സുന്ദരിയായ അച്ഛനും അമ്മയ്ക്കും ഒരേയൊരു മകളായ 24 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന എമിഗ്രേഷൻ ഓഫീസറുടെ ദുരൂഹമരണം ഇപ്പോൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങിയ മേഘ എങ്ങനെ റെയിൽവേ ട്രാക്കിലെത്തി? തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഓഫീസറായിരുന്ന IB ഉദ്യോഗസ്ഥ അതിരുങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് വ്യക്തമാണ്. പിതാവ് മധുസൂദനൻ പരാതിയുമായി മുൻപോട്ട് പോകുകയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘയെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് തിരുവനന്തപുരം ചാക്ക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലും IBക്കും കൂടൽ പോലീസ് സ്റ്റേഷനിലും കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. IBയിലെ ഉദ്യോഗസ്ഥനായ ഒരു മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു മേഘയും യുവാവും. ഈ സൗഹൃദം സംബന്ധിച്ച് മേഘ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുയർന്നു. പിന്നീട് കുടുംബം സമ്മതിച്ചു. അടുപ്പം വിവാഹ ചടങ്ങിൽ എത്തുമെന്നായപ്പോൾ IB ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി. ഇതാണ് മേഘയെ ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് മേഘയുടെ സഹപ്രവർത്തകരിൽ നിന്ന് വിവരം ലഭിച്ചുവെന്ന് മേഘയുടെ ബന്ധു വെളിപ്പെടുത്തി. ആ യുവാവിന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരുന്നു താല്പര്യമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോയ മേഘയുടെ മരണം ഒരു കുടുംബത്തിനെ മാത്രമല്ല ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. ഈ സമയം ഉദ്യോഗസ്ഥൻ വിളിക്കുകയോ മകൾ തിരിച്ചു വിളിക്കുകയോ ചെയ്തിരിക്കാമെന്ന് കുടുംബം പറയുന്നു. ഒരാഴ്ചക്കിടെ എന്തോ സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നും അതിൽ അയാളുടെ പങ്കാണ് മരണത്തിനു കാരണമെന്നുമാണ് പിതാവ് വിശ്വസിക്കുന്നത്. ചാക്കയിൽ താമസിക്കുന്ന മകൾ പേട്ട ഭാഗത്തേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ജോലി കഴിഞ്ഞ് നേരെ താമസ സ്ഥലത്തേക്കാണ് പോകാറുള്ളത്. അവിടേക്ക് പോയതിനു പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാണെന്ന് പിതാവും അമ്മാവനും പറയുന്നു. റെയിൽവേ ട്രാക്കിലൂടെ ഫോണിൽ സംസാരിച്ചു നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നതായി അറിയുന്നു. എന്നാൽ അതിന്റെ വിശദവിവരങ്ങൾ അറിവായിട്ടില്ല എന്നും പിതാവ് പറഞ്ഞു. ജോലിസ്ഥലത്തു പ്രശ്നമുള്ളതായി അറിവില്ലെന്ന് വ്യക്തമാക്കിയ മധുസൂദനൻ മകളുടെ മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണവും ആവശ്യപ്പെട്ടു. മേഘയുടെ സംസ്കാരത്തിൽ IBയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. എന്തായാലും മേഘയുടെ മരണം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇനി ഇത് ആത്മഹത്യയാണെന്നുറപ്പിച്ചാൽ ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടി ആറ്റുനോറ്റ് വളർത്തിയ സ്വന്തം അച്ഛനെയും അമ്മയും മറന്നുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കാതെ മരണം പുലുകിയത് എന്ത് എന്ന ചോദ്യം ഇനിയും ഇവിടെ ബാക്കിയാകുകയാണ്. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.